ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും സംഭവം എന്താണെന്നുള്ളത്. അതെ, കുനാഫ. അപ്പോൾ ഈ വെറും കുനാഫയല്ല, ഇതിൽ ഞാനൊരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കുന്നുണ്ട്. അതെന്താണെന്നുള്ളത് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ കുനാഫയുടെ ഡോവ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ ഞാനിതിനു മുമ്പ് കുനാഫയുടെ ഒരു റെസിപ്പി ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നല്ല വലുതായിട്ട് ചെയ്തിട്ടുള്ളതായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ അതുപോലെ ഒന്ന് കണ്ടു നോക്കുക. സെയിം ഇതുപോലെ തന്നെയാണ് ഞാൻ ഇപ്രാവശ്യം ഉണ്ടാക്കുന്നത്. ചെറിയൊരു പാനിലാണ്. അപ്പോൾ ചെറിയൊരു രീതിയിലാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് കുനാഫയുടെ ഡോവ് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. പിന്നെ ഇതിലേക്ക് മെൽറ്റ് ചെയ്ത അൺസോൾട്ടഡ് ബട്ടർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഈ ഒരു പാനിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പാനിൽ ഞാൻ ബട്ടർ ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ആദ്യം കുറച്ച് മാത്രം കുനാഫയുടെ ഡോവ് ഒന്ന് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിന് വേണ്ട ഒരു ക്രീം റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, അതുപോലെ ഒരു അര ടേബിൾ സ്പൂൺ മൈദ മാവും, ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര. അപ്പം പഞ്ചസാരയുടെ അളവ് ഇത് കറക്റ്റാണ് കേട്ടോ. ഞാൻ ഈ എടുത്തിരിക്കുന്നതിൽ 2 ടേബിൾ സ്പൂൺ ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് മധുരമാണ്. പിന്നെ ഒരു കപ്പ് പാലാണ്. അപ്പോൾ അതിൽ ആദ്യം കുറച്ച് പാൽ ഒഴിച്ചതിന് ശേഷം ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് അതിൻ്റെ കട്ടയൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം മാത്രം ബാക്കിയിരിക്കുന്ന പാലും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് കട്ടിയായി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ കോൺഫ്ലവർക്ക് ഇട്ടത് കൊണ്ട് പെട്ടെന്ന് ഇതൊന്ന് കട്ടിയായി കിട്ടും. അപ്പോൾ ഈ ഒരു സമയത്ത് ക്രീം ചീസ് വേണമെങ്കിൽ ക്രീം ചീസ് ആഡ് ചെയ്ത് കൊടുക്കുക. മൊസറല്ല ചീസ് വേണമെങ്കിൽ അത് ആഡ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ മൊസറല്ല ചീസ് ഒരു 1/4 കപ്പ് ഇട്ടിട്ട് ഇതുപോലെ ഒന്നാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ ഒരു ലെയർ കുനാഫ വെച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ ക്രീം ഒന്ന് നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കുക. തണുക്കാനൊന്നും കാത്തിരിക്കേണ്ട. ചൂടോടെ തന്നെ നല്ലപോലെ ഇത് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബാക്കിയിരിക്കുന്ന കുനാഫയുടെ ഡോവില്ലേ അതും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് വെച്ചിട്ട് നല്ലപോലെ വീണ്ടും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊരു 5 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. അതായത് 5 മിനിറ്റ് മതി. ഒന്ന് നമുക്ക് കുനാഫയുടെ ഡോ ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടണം. പിന്നെ നമ്മുടെ ആ ഒരു സൈഡ് ഒന്ന് ഇതുപോലെ ഈ ഒരു കളർ നമുക്ക് കിട്ടുകയും വേണം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് അപ്പുറത്തെ സൈഡും ഇതുപോലെ ഒന്ന് കളർ ചേഞ്ചിന് വേണ്ടിയിട്ട് 2-3 മിനിറ്റ് വെക്കാം. അപ്പോൾ കുനാഫയുടെ ഡോ റെഡിയാവുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു 1/2 കപ്പ് പഞ്ചസാരയും അതേപോലെ ഒരു 1/2 കപ്പ് വെള്ളവും പിന്നെ ഒരു ഏലക്കയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ റോസ് വാട്ടർ. അത് നിർബന്ധമില്ല, ഒഴിച്ചാൽ കുറച്ച് ടേസ്റ്റ് ആയിരിക്കും. അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ലെമൺ ജ്യൂസും കൂടെ ഒന്ന് ഒഴിച്ചിട്ട് നമുക്ക് ഇത് ഭയങ്കരമായിട്ട് നമ്മൾ നൂൽപ്പരുവമൊന്നും ആവേണ്ട ആവശ്യമില്ല. തിളച്ച് വന്നാൽ മതി. അപ്പോൾ നമ്മളത് ചൂട് ആറുമ്പോൾ തന്നെ കുറച്ചൊന്നത് കട്ടിയായിട്ട് വരും. അപ്പോൾ നമ്മുടെ സിറപ്പ് കുനാഫയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് സിറപ്പൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് പിസ്താഷ്യോ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മളിത് സെർവ് ചെയ്ത് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ ഇങ്ങനെ ഒരു പീസ് എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ സിറപ്പില്ലേ ആ ഒരു സിറപ്പ് ഒഴിച്ചിട്ട് ആ ഒരു സമയത്ത് നമ്മൾ അത് സിറപ്പ് ഒഴിച്ചതിന് ശേഷം അപ്പോൾ തന്നെ കഴിക്കുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ്. നമ്മൾ നേരത്തെ സിറപ്പ് ഒഴിച്ച് കഴിഞ്ഞാൽ അതിൽ നമുക്ക് ആ ഒരു മധുരം നമുക്ക് കിട്ടില്ല. ഇനിയിപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കണമെന്ന് പറഞ്ഞില്ലേ, അത് വേറൊന്നുമല്ല, നമ്മുടെ പിസ്താഷ്യോയുടെ ക്രീമില്ലേ അതാണ്. അത് കുറച്ച് ഷുഗർ സിറപ്പ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് പിസ്താഷ്യോയുടെ ക്രീം എടുത്തിട്ടുണ്ട്. അപ്പം എനിക്കറിയില്ല ഇതിനകത്ത് എങ്ങനെ ഇരിക്കുന്നൊന്നും അറിയില്ലാണ്. ഞാനൊരു കുറച്ച് മാത്രം എടുത്തിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. എന്നിട്ട് നമ്മൾ നേരത്തെ ഷുഗർ സിറപ്പ് ഒഴിച്ചില്ലേ അതേപോലെ തന്നെ നമ്മൾ ഈ പിസ്താഷ്യോയുടെ ഈ സിറപ്പ് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒഴിച്ചിട്ട് ഒന്ന് കഴിച്ച് നോക്കിയതാണ് കേട്ടോ. പക്ഷേ ഭയങ്കര അതായത് നമുക്ക് കൂടുതലായിട്ട് എടുത്തെടുത്ത് കഴിക്കാനായിട്ട് തോന്നില്ല. കാരണം അത്രയ്ക്കും വേണ്ടിയിട്ട് മത്തടിച്ചു പോകും. കാരണം ഓവർ മധുരം. ഇപ്പം പിസ്താഷ്യോയുടെ ക്രീമിൻ്റെ മധുരം, നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഒരു ക്രീം, സിറപ്പിൻ്റെ മധുരം എല്ലാം കൂടെ ഓവറായി പോകും. അപ്പോൾ എനിക്ക് തോന്നുന്നത് ബെറ്റർ നമ്മൾ ഷുഗർ സിറപ്പ് മാത്രം ചേർക്കുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.